ആളൊരു യൂണിയൻ മിനിസ്റ്ററാണ്. ആ യൂണിയൻ മിനിസ്റ്ററിനോട് 2 ചോയ്സ് ഉണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ വിളിക്കാൻ പറ്റും, പിന്നെ മീഡിയക്കാർക്ക് അടുക്കാൻ പറ്റത്തില്ല. ആരെടുത്ത ഇടയിൽ നിന്നും നോക്കിയിട്ടും കൂടെ ഇടഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. പിന്നെ സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള ആ പോലീസ് ക്യാരക്ടർ അല്ല ഇറങ്ങി വന്നിരിക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അല്ല. മാധു, ഇത് ഏതെങ്കിലും രീതിയിൽ ഓക്കെ BJP എന്ന പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ വിമർശനം എന്ന് വിശ്വസിക്കുന്നത്? വാട്ട്സ് യുവർ ഒപ്പീനിയൻ ഓൺ ദാറ്റ്? അല്ല, ഞാൻ മാധുവിന്റെ ഒപ്പീനിയൻ കേൾക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. BJP എന്ന പാർട്ടിയോടുള്ള വ്യൂസ്, കേരളത്തിലുള്ള വ്യൂസ് ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷെ അതേസമയത്ത് ഞാൻ ആരെയും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഞാൻ പിക്കപ്പ് പാർട്ടി എന്ന് പറയുന്നില്ല. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇവിടെ കറക്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുക. ഈസ് എ ഡിസേർവിംഗ് യൂണിയൻ മിനിസ്റ്റർ അറ്റ് ദിസ് പോയിന്റ്. തൃശ്ശൂരിലെ ആൾക്കാർ ആ വ്യക്തിയെ കണ്ട് മാത്രം എടുത്തൊരു തീരുമാനമാണ്. വൈ നോട്ട് ഗിവ് എൻ ഓപ്പർച്യൂണിറ്റി ടു BJP? എന്തുകൊണ്ടൊരു അവസരം കൊടുത്തുകൂടാ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജിയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ട്. എനിക്ക് പൊളിറ്റിക്കലി നോക്കുവാണെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ ഐഡിയോളജീസ് എനിക്ക് ഇഷ്ടമാണ്. എങ്കിൽ ഞാൻ ജനിക്കുന്നതിന് മുന്നേ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, EK നയനാർ സഖാവ്. അദ്ദേഹത്തിന്റെ ഐഡിയോളജിയോട് ഇന്ന് ഞാൻ അതിനെപ്പറ്റി കേൾക്കുമ്പോഴത്തേക്കും ഞാൻ യോജിക്കുന്നു. നരേന്ദ്രമോദിക്ക് ഒരു 100% ശുദ്ധനായി നിന്ന് അങ്ങനെ നിൽക്കാൻ പറ്റും? ഈ രാജ്യം തന്നെ ഉണ്ടാക്കി കൊടുത്ത സാഹചര്യം കാരണമാണ് ഈ രാജ്യം കുത്തിപ്പോക്കുന്ന പല നെഗറ്റീവ്സിനെയും അതേപോലെ നിൽക്കേണ്ടി വരുന്നത്. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അബൌട്ട് ദാറ്റ് ഇസ്, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നു, സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നു എന്ന് പറയുന്നു. അഖിൽ ബ്രോന് കോൺഫിഡൻസോടെ പറയാൻ പറ്റുമോ എൻ്റെ അടുത്ത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന ഒരു ഇഷ്യൂ ആണ്? സെൽഫ് ആയിട്ട് സാക്രിഫൈസ് ചെയ്ത് കുറേ ഇമോഷണൽ ഡിസിഷൻസ് എടുത്ത് സ്വയമേ അനുഭവിച്ചിട്ടുള്ള ആളാണ് അച്ഛൻ. എന്നെ പറ്റി തന്നെ എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ I consider myself to be a little more held back. ഞാൻ പറയുന്നത് മണ്ടത്തരമല്ല എന്നുള്ളൊരു കൺവിക്ഷൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ സൂപ്പറായിട്ട് തന്നെ പറഞ്ഞിരിക്കും. അത് തഗ്ഗടിക്കുവാണോ, ചോദ്യമായിട്ട് എടുക്കുവാണോ, അഹങ്കാരമായിട്ട് കാണുവാണോ, ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ് ആണ്. മാധവ് സുരേഷ്, ദ ക്യൂ സ്റ്റുഡിയോയിൽ. മാധവ് നമസ്കാരം. നമസ്കാരം. മാധവിൻ്റെ ഈ ഫുട്ബോൾ പ്രിയം, ഫുട്ബോൾ ഒരു ജസ്റ്റ് ഒരു ഹോബി അല്ലെങ്കിൽ ഒരു ഫാൻറ്റസി എന്നതിനപ്പുറം ഒരു കരിയർ പേഴ്സ്യൂ ചെയ്തിട്ടും കൂടെയാണ് ഇപ്പോൾ സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് മാധവ് UK പോകുന്നത് അല്ലേ? ആ സമയത്ത് ഇപ്പോൾ ഫുട്ബോളിൽ നിന്ന് ഗിവ് അപ്പ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, എപ്പോഴെങ്കിലും ആ ടൈമിൽ ആലോചിച്ചിട്ടുണ്ടോ ഈ ആക്ടിങ് അല്ലെങ്കിൽ സിനിമ ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിട്ട് ഒരു സെക്കൻഡ് കരിയർ എന്നുള്ള രീതിയിൽ ആ ടൈമിൽ ആലോചന വന്നിട്ടുണ്ടോ? സോ ഫുട്ബോൾ ഓർ കരിയർ ആസ് എ ഫുട്ബോൾ പ്ലെയർ, അതെനിക്ക് ഒരു ആഗ്രഹം മാത്രമായിരുന്നു. കുഞ്ഞിലെ തൊട്ട് ഞാൻ കളിച്ചുകൊണ്ടിരുന്നൊരു സ്പോർട്ടാണ്. ആൻഡ് ഒരുപാട് ഇന്നും ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു സ്പോർട്ട് എന്ന് പറയുന്നത് ഫുട്ബോൾ തന്നെയാണ്. UK പോയത് എൻ്റെ ബാച്ചിലേഴ്സ് ഡിഗ്രി പെർസ്യൂ ചെയ്തായിരുന്നു. ആൻഡ് ഫുട്ബോൾ വാസ് ഓൾസോ സബ്കോൺഷ്യസ്ലി എൻ്റെ മൈൻഡിൽ ഉണ്ടായിരുന്ന ഒരു കാര്യമാണ്. സിനിമ അന്നും എൻ്റെ മൈൻഡിൽ ഒരു ഓൾട്ടർനേറ്റീവ് കരിയർ ആയിട്ട് എന്ത് ചെയ്യും, സിനിമ അല്ലായിരുന്നു. എനിക്ക് എൻ്റെ ഫീൽഡ് ഓഫ് എഡ്യൂക്കേഷൻ, ബിസിനസ് മാനേജ്മെന്റ്, ഒരു ഓൺടർപ്രണർ ആയ കൊള്ളായിരുന്നു. സിനിമ എന്നിലോട്ട് വന്നെത്തിയ ഒരു കരിയറാണ്. ഞാൻ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരുന്ന സമയത്തും എനിക്ക് സിനിമയിൽ നിന്ന് ഓഫേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. 2019 തൊട്ട് ഓരോ സ്ക്രിപ്റ്റ്സ് ആയിട്ട് വരുന്നുണ്ട്. ആ സമയത്ത് UK തന്നെയായിരുന്നു? ഞാൻ UK തന്നെയായിരുന്നു ആ സമയത്ത്. ഞാൻ 2020 മാർച്ചിലാണ് തിരിച്ചു വരുന്നത് കേരളത്തിലോട്ട്. ഈ സ്ക്രിപ്റ്റ്സ് വരുന്ന സമയത്തും പേഴ്സണലി ഞാൻ റെഡി ആയിട്ട് തോന്നിയിട്ടില്ലായിരുന്നു. കാര്യം ഒരു നെപ്പോ കിഡ്, ഒരു പാസ്റ്റ് ഉള്ളപ്പോൾ സിനിമയിൽ എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നുണ്ട്, എൻ്റെ മുത്തശ്ശി അമ്മയുടെ ഗ്രാൻഡ് മദറും ആറന്മുള പൊന്നമ്മ ആക്ട്രസ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രഷർ വരും. അപ്പം അതിന് പെർഫോം ചെയ്യാനായിട്ട് ഞാൻ ആപ്റ്റ് ആണോ, അതിനുള്ള വർക്ക് ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് ആലോചിച്ചപ്പോഴത്തേക്കും ഒരിക്കലും ഇല്ലായിരുന്നു. സോ ഐ ടുക്ക് മൈ ടൈം. കുറച്ച് ബേസിക് ലെവലിലേക്ക് ട്രെയിൻഡ് ഒരു ആക്ടറായിട്ട് ഞാൻ ഇപ്പോൾ കുമ്മാട്ടിക്കളി ആണെങ്കിലും JSK ആണെങ്കിലും ട്രെയിൻഡ് ആയിട്ട് ഞാൻ ചെയ്തതല്ല. ടു ഡു ബേസിക് പ്രിപ്പറേഷൻ. അതിനുള്ള ടൈം എടുത്തു. ഒരു നല്ല തീരുമാനം ആവാം എന്നുള്ള ഒരു ചിന്താഗതി വന്നപ്പോഴത്തേക്കും സിനിമയിലോട്ടേക്കാൻ ഒരു പരിധി കൂടുതൽ നമ്മളെ തേടി വരുന്ന ഓപ്പർച്യൂണിറ്റീസ് നമ്മൾ റിജക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ നമ്മളെ തേടി വരത്തില്ല. എല്ലാത്തിനും ഒരു മിക്സ് ആയിട്ട് എടുത്ത തീരുമാനമായിരുന്നു. ഇപ്പം മാധവ് ഇപ്പൊ പറഞ്ഞ സമയത്തും ഈ ഒരുപാട് ഈ കോൺഫ്ലിക്ട്സും കൺഫ്യൂഷൻസും ഒക്കെ നിലനിൽക്കുന്ന സമയമുണ്ടല്ലോ. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഈ നെപ്പോ കിഡ് അല്ലെങ്കിൽ അച്ഛൻ്റെ പെർഫോമൻസ് ആയിട്ടൊരു കമ്പാരിസൺ വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു അതിൻ്റെയൊക്കെ ഒരു സോർട്ട് ഔട്ട് പോയിന്റ് ആയിരിക്കും ചിലപ്പോൾ JSK എന്നുള്ള ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. JSK ഞാൻ ചെയ്യാൻ തീരുമാനിച്ചത് വേറൊരു കാരണമില്ലായിരുന്നു. അതായത് ഒരു ആക്ടർ എന്നും
ഇപ്പോ 30 years ആയാലും 40 years ആയാലും നമ്മുടെ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ട് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ലീഡ് ആക്ടർ എന്ന് പറയുന്നത് മമ്മൂട്ടി സാറാണ്. മമ്മൂട്ടി സാറിനടുത്ത് ചോദിച്ചാൽ പറയും ഞാൻ ഇന്നും പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ആക്ടിങ് എന്ന തൊഴിൽ. അതിനൊരു ലിമിറ്റ് ഇല്ല, യു കൻ ഓൾവേസ് ലേൺ മോർ. പക്ഷെ ഒരു ബേസ് ഉണ്ട്, അഗൈൻ വിത്ത് ദി ആഡഡ് പ്രഷർ ദാറ്റ് ഐ വാസ് സ്പീക്കിംഗ് അബൌട്ട്. ആ ബേസ് ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ടോ എന്ന് ഇന്നും എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ആ ബേസിലോട്ട് ഞാൻ എത്തിയിട്ടുണ്ടെന്ന്. ബട്ട് ടൈം എടുത്ത് മാത്രം പഠിച്ചു വരാൻ പറ്റുന്ന ഒരു ബേസാണ്. JSK ഞാൻ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴത്തേക്കും ആ ബേസിലോട്ട് എനിക്ക് എത്താനുള്ള മാക്സിമം ഇൻപുട്ട് ആ സിനിമയിൽ നിന്ന് കിട്ടുമെന്ന് തോന്നുന്നു. മാധവ് ഇത് ഡിസൈഡ് ചെയ്യുമ്പോഴും ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ച പോലെ ഈ കോൺഫ്ലിക്ട്സ് ആൻഡ് കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ, ഇത് എക്സ്റ്റേണൽ, അതായത് ബാക്കിയുള്ളവരെ സംബന്ധിച്ച് അവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഗോകുലിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അച്ഛനെ സംബന്ധിച്ചോ അമ്മയെ സംബന്ധിച്ചോ ഇവർക്കും ഈ തരത്തിലുള്ള കൺഫ്യൂഷൻസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. Again, as to me becoming an actor or അതെ, okay, അങ്ങനെ നോക്കുവാണെങ്കിൽ എൻ്റെ ചേട്ടൻ സിനിമയിലോട്ട് അഗൈൻ 22 years വന്നതാണ്. 22 വയസ്സുള്ളപ്പോൾ സിനിമയിൽ കയറിയ ആളാണ്. ചേട്ടൻ്റെ ഒരു സ്റ്റേജ് ഓഫ് ലൈഫിൽ എന്തൊക്കെ ഒരു മിസ്റ്റേക്സ് വന്നെന്ന് തോന്നി. ആ മിസ്റ്റേക്സ് എൻ്റെ കാര്യത്തിൽ അവോയ്ഡ് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോസസ്സിലൂടെ തന്നെയായിരുന്നു 19 വയസ്സ് തൊട്ട് എനിക്ക് വരുന്ന പ്രോജക്ട്സ് കുറച്ചായിട്ട് റിജക്ട് ചെയ്ത് ലാസ്റ്റ് ആപ്റ്റായിട്ട് തോന്നി പറഞ്ഞാൽ വന്നപ്പോഴത്തേക്കും എടുത്തത്. അങ്ങനെ എൻ്റെ ചേട്ടൻ്റെ മാത്രം ഡിസിഷൻ അല്ല, അച്ഛൻ അതിലൊരു തീരുമാനത്തിനായിട്ട് ഇങ്ങനെ പോയി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുമില്ല. അമ്മയാണെങ്കിലും നീ എന്ത് ചെയ്താലും സപ്പോർട്ട് ചെയ്യും, പക്ഷെ അതിനുള്ള ഡ്രോബാക്സ് എന്താന്ന് പറയും. അതല്ലാതെ തീരുമാനം എടുത്തത് ഞാൻ തന്നെയായിരുന്നു. JSK ആണെങ്കിലും കുമ്മാട്ടിക്കളി ആണെങ്കിലും രണ്ടും എൻ്റെ തീരുമാനമായിരുന്നു. ഒരു 10 വർഷം മുമ്പ് 2014 വേൾഡ് കപ്പ് നടന്നപ്പോൾ മാധവും സുരേഷ് ഗോപിയും കൂടെ ചേർന്നൊരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു ഏഷ്യാനെറ്റ് ന്യൂസിൽ. അന്നും മാധവ് ഭയങ്കര, അതായത് ഫുട്ബോളിനെ ഭയങ്കര ടെക്നിക്കലായിട്ട് എന്തായിരുന്നു ആ വേൾഡ് കപ്പിൽ എന്തായിരുന്നു ആഗ്രഹം എന്നൊക്കെ പറയേണ്ട കൂട്ടത്തിൽ സുരേഷ് ചേട്ടൻ ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു 2026 വേൾഡ് കപ്പിൽ മാധവ് ഇന്ത്യൻ ടീമിൽ വരണം എന്നുള്ള ആഗ്രഹമൊക്കെ ആ സമയത്ത് പറഞ്ഞിരുന്നു. ഇപ്പോഴും പോർച്ചുഗൽ തന്നെയാണോ ഇഷ്ടപ്പെട്ട ടീം? പോർച്ചുഗൽ എന്നൊരു ടീമിനോട് ഇഷ്ടം തോന്നാൻ ഞാൻ ആ രാജ്യം വരെ വിസിറ്റ് ചെയ്തിട്ടില്ല. അത് എൻ്റെ ഐഡൽ, മൈ ഫുട്ബോളിംഗ് ഐഡൽ ആസ് എ പ്ലെയർ, ക്രിസ്ത്യാനോ റൊണാൾഡോ. അദ്ദേഹത്തിനോടുള്ള എൻ്റെ ഒരു സപ്പോർട്ടാണ് അദ്ദേഹത്തിൻ്റെ നാഷണൽ ടീമായ പോർച്ചുഗലിലോട്ട് എൻ്റെ സപ്പോർട്ടായി തീർന്നത്. വേൾഡ് കപ്പ് ഇതുവരെ ജയിച്ചില്ല. 2026 റൊണാൾഡോ ഇനിയും കളിക്കുമെന്നുള്ള ആഗ്രഹമുണ്ട്. സോ അഗൈൻ, Portugal, why I support Portugal, I don't have any affiliation with the country. It is purely because of the Cristiano Ronaldo. And Indian teamil കളിക്കാൻ ഉള്ള ഒരു ആഗ്രഹം. ഏതൊരു മനുഷ്യനും അവരുടെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്ത് ഒരു സ്പോർട്ടിംഗ് സ്റ്റേജിലാണെങ്കിലും ഏതൊരു സ്റ്റേജിലാണെങ്കിലും അത് അഭിമാനമുള്ള ഒരു കാര്യം തന്നെയാണ്. അതേപോലെ ഫുട്ബോൾ എനിക്ക് ഇഷ്ടമുള്ളൊരു കലയായിരുന്നു. അതിലൂടെ എനിക്ക് എൻ്റെ രാജ്യത്തിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റിയാൽ, അതും ലോകകപ്പ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ, നോണ്. പക്ഷേ again, എനിക്ക് വിധിച്ചിട്ടുള്ള കാര്യമല്ലായിരുന്നു. കമ്മിങ് ടു കുമ്മാട്ടിക്കളി, ഇപ്പോൾ കുമ്മാട്ടി എന്നുള്ള ടേം ഇപ്പോൾ പാലക്കാട് തൃശ്ശൂർ ഭാഗങ്ങളൊക്കെ ഈ ഉത്സവം, പൂരം, അങ്ങനത്തെ ഇതിനൊക്കെ കുമ്മാട്ടി നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കുമ്മാട്ടിക്കളി ആസ് എൻ ആർട്ട് ഫോം കൂടെയാണല്ലോ കുമ്മാട്ടിക്കളി എന്നുള്ള ടേം. ട്രെയിലർ തുടങ്ങുമ്പോൾ തന്നെ ഈ കുമ്മാട്ടിക്കളി അതിൻ്റെ പേരെങ്ങനെയാണ് കുമ്മാട്ടി ബോയ്സ് എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ടാണോ ഈ കുമ്മാട്ടിക്കളി എന്നുള്ള പേര്, അല്ല അതോ ഈ ആർട്ട് ഫോം ആയിട്ടൊരു കണക്ഷനും കൂടി ഉണ്ടോ? സിനിമ കുമ്മാട്ടിക്കളി എന്ന ആർട്ട് ഫോമിനെ ബേസ് ചെയ്തല്ല. സിനിമ ഞാൻ പലയിടത്തും പറഞ്ഞതുപോലെ തന്നെ 4 പയ്യന്മാരുണ്ട്, അനാഥകളാണ്. ഈ പയ്യന്മാര് ഒരിടത്തൊന്നും ഇല്ലാതെ എങ്ങനെ അവരുടെ ജീവിതമാർഗം കണ്ടെത്തുന്നു. അതിലൊരു സബ്പ്ലോട്ട്സ് ഉണ്ട്. എന്തുകൊണ്ട് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്ക്, ഈ 4 പയ്യന്മാര് 4 ഇൻഡിവിജ്വൽസ് ആണ്, അവരുടെ ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ റീസൺസ് ടു ഗെറ്റ് എ ബെറ്റർ ലൈഫ്, അവരുടെ ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്. ഈ 4 പേരും കണ്ടു ചേർന്ന് അവരുടെ ഒരു അമ്മ 4 പേരെയും അഡോപ്റ്റ് ചെയ്തു. 4 എന്ന് പറയാൻ പറ്റൂല, അതിൽ ഒരാളുടെ ഒരു അനിയത്തിയുണ്ട്. അപ്പൊ 5 പേരാണ്. ഇവരെല്ലാരും അനാഥയായിട്ട് നടക്കുന്നവര് ജീവിതമാർഗം ആദ്യം കണ്ടെത്തിയത് കുമ്മാട്ടി വഴിയാണ്, കുമ്മാട്ടിക്കളി വഴിയാണ്. അപ്പൊ അങ്ങനെ ഒരു ഇമ്പാക്ട് കുമ്മാട്ടിക്കളിക്ക് ഇതിനുണ്ട്. അതേപോലെ അമ്മയെ കണ്ടെത്തുന്നത്, അതിനും കുമ്മാട്ടിക്കളിക്ക് ഒരു സിഗ്നിഫിക്കൻസ് ഉണ്ട്. സിനിമയുടെ സ്റ്റോറിയിലും ഓരോ ക്യാരക്ടേഴ്സിന്റെ ഡെവലപ്മെന്റിലും കുമ്മാട്ടിക്കളി എന്ന ആർട്ട് ഫോമിന് ഒരുപാട് ഇമ്പാക്ട് ഉണ്ട്. പക്ഷെ ഇതാ ഒരു ആർട്ട് ഫോമിനെ ബേസ് ചെയ്തുള്ള സിനിമയല്ല. നമ്മളിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് റീസെന്റ് ആയിട്ട് ഗോകുലിന്റെ ഭയങ്കര ഒരു ഗോകുലി ഇതുവരെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമാണ് ഗഗനചാരി എന്ന സിനിമയിൽ കണ്ടത്. ഗോകുലിനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരും പറയുന്നത് ഗോകുൽ ക്ലോസ് സർക്കിളിലും ഒക്കെ
ആ രീതിയിലാണ് കുറച്ചുകൂടെ ഒരു കോമിക് അല്ലെങ്കിൽ ഒരു അത്രയും ഭയങ്കര ഫ്രീ ആയിട്ട് ഭയങ്കര തമാശയൊക്കെ പറയുന്ന ആളാണ്. മാധവ് ഉറപ്പായിട്ടും എങ്ങനെയാണ് മാധവിന്റെ കണ്ണിൽ ഗോകുൽ ഈ ഗഗനചാരിയിലെ കഥാപാത്രം പോലെയാണോ? ഗഗനചാരിയിലെ കഥാപാത്രം ഭയങ്കര പ്ലേഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ്. നോട്ടി കിഡ് എന്നുള്ള രീതിയിലാണ്. അഖിൽ ബ്രോ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എന്റെ ചേട്ടൻ ആ വീട്ടിലെ മൂത്ത കുട്ടിയാണ്, നമ്മുടെ വീട്ടിലെ മൂത്ത കുട്ടിയാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഒരു പരിധിക്കുള്ളിൽ പ്ലേഫുള്ളായി നിൽക്കാൻ പറ്റത്തില്ല. ഒരു അച്ഛനും അമ്മയ്ക്കും മക്കളിനോടുള്ള ഉത്തരവാദിത്വം പോലെയാണ് എന്റെ ചേട്ടന് 3 ഇളയ സിബ്ലിങ്സിനോടുള്ളത്. അപ്പൊ ഫുൾ ടൈം അങ്ങനെ പ്ലേഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും അല്ല. സീരിയസ് ആവേണ്ട സമയത്ത് സീരിയസ് ആൻഡ് കഴിവുള്ള ആള് തന്നെയാണ്. പക്ഷെ അഗൈൻ അയാളുടെ അയാളുടെ ഫ്രീ എൻവയൺമെന്റ് എങ്ങനെയായിരിക്കും, കംഫർട്ട് സോൺ എന്ന് പറയത്തില്ലേ, ആ കംഫർട്ട് സോണിൽ എങ്ങനെയായിരിക്കും കുറെയൊക്കെ ഗഗനചാരിയിലെ അലന്റെ ക്യാരക്ടറിസ്റ്റിക്സും ഒരു കോമഡിയും ചിരിച്ചളിയും എല്ലാം തമാശ എല്ലാം കയറി വരും. ബട്ട് പുറത്തൊരു സെറ്റിംഗിൽ പോകുമ്പോഴത്തേക്ക് അങ്ങനെ ആവണമെന്നില്ലല്ലോ. മാധവ് എങ്ങനെയായിരിക്കും? മാധവ് കുറച്ചുകൂടെ ഇപ്പോ ഈ ഇളയ സന്തതി എന്നുള്ള രീതിയിലൊരു പ്രിവിലേജും കൂടി ഉണ്ടല്ലോ ഫാമിലി. ആ രീതിയിൽ മാധവനായിരിക്കും കുറച്ചുകൂടെ അത്തരം ക്യാരക്ടേഴ്സ് കുറച്ചുകൂടെ വീട്ടിലുണ്ടാവുക? വീട്ടിലോ അതോ സിനിമയിലോ? വീട്ടിലും ക്ലോസ് സർക്കിളിലും. അതിപ്പോ ഞാൻ എന്നെ പറ്റി ഇരുന്ന് പറയാൻ കാര്യമല്ലോ. തീർച്ചയായിട്ടും എന്റെ ചുറ്റുമുള്ളവർ പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പൊ ഗോകുനെ പറ്റി അങ്ങനെ പറഞ്ഞതുപോലെ എന്റെ ക്ലോസ് ആയിട്ടുള്ള സർക്കിളിന്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു അഭിപ്രായം പറയാൻ പറ്റും അതിനെപ്പറ്റി. എന്നെ പറ്റി തന്നെ എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ I consider myself to be a little more held back. ഞാൻ കുറച്ചും കൂടെ റിസർവ്ഡ് ആണ്. മാക്സിമം കുറച്ച് എൻ്റെ കാര്യം നോക്കി വർക്കിൽ ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. അപ്പൊ അതിൻ്റെ കൂടെ വരുമ്പോൾ ഒരുപാട് സാക്രിഫൈസ് വരും. ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല. ഐ ഹാവ് ഗുഡ് ഫ്രണ്ട്സ്, ബട്ട് ഒരുപാട് ഫ്രണ്ട്സ് ഇല്ല. ഐ ഡോണ്ട് സോഷ്യലൈസ് ടു മച്ച്. ഐ ലൈക്ക് മൈ ഓൺ സ്പേസ്. എനിക്ക് എൻ്റെ പേഴ്സണൽ സ്പേസിൽ ഇരിക്കുന്ന ഭയങ്കര ഇഷ്ടം. ഞാൻ അങ്ങനത്തെ ഒരാളാണ്. ചേട്ടനും ഒരു പരിധിവരെ അങ്ങനെയാണ്. പക്ഷെ ഐ സോഷ്യൽ സർക്കിൾസിൽ കയറുമ്പോഴത്തേക്കും കംഫർട്ട് സോൺ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ അലൻ കയറി വരും ഇടയ്ക്കിടയ്ക്ക്. പക്ഷെ ഇപ്പൊ ഗോകുൽ കുറച്ചുകൂടെ ഒരു ഡിപ്ലോമാറ്റിക്. ഇപ്പൊ മാധവിന്റെ ഇന്റർവ്യൂസിലൊക്കെ മാധവ് ഭയങ്കര സ്ട്രെയിറ്റ് ആണ്, ഭയങ്കര ഡയറക്റ്റ് ആണ്. ഇപ്പോൾ അച്ഛനെ കുറിച്ചുള്ള ചോദ്യങ്ങളും ഇപ്പോൾ പൊളിറ്റിക്കൽ കരിയർ അങ്ങനത്തെ ചോദ്യങ്ങളോടും കൂടെ ഭയങ്കര ക്ലാരിറ്റിയോടെ ഭയങ്കര കൺവിക്ഷനോടെയാണല്ലോ മാധവ് പറയുന്നത്. മാധവ് ശരിക്കും മാധവന്റെ ഈ ഇതിലും ഒക്കെ ഭയങ്കര സ്ട്രെയിറ്റ് ആയിട്ട് ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ എന്റെ ചേട്ടനും അതേപോലെ കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതേ സമയത്ത് നല്ലത് പറയുമ്പോഴും അച്ഛനെ മോശമായി കാണിക്കുന്ന ഒരു എൻവയൺമെന്റിൽ കണ്ടു വളർന്ന ഒരാളാണ് ചേട്ടൻ. എന്നെക്കാട്ടിലും കൂടുതൽ കണ്ടിട്ടുള്ള ചേട്ടനാണ്. അങ്ങനെ ഒരു മൂത്ത സന്താനം എന്നുള്ള നിലയിൽ കുറേയും കൂടെ അത് നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതും എൻ്റെ ചേട്ടൻ തന്നെയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും പലപ്പോഴും ഞാൻ ക്യൂ സ്റ്റുഡിയോനെ ക്രിട്ടിസൈസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു മീഡിയ ചാനലിനെ ഇൻ പെർട്ടിക്കുലർ ക്രിട്ടിസൈസ് ചെയ്തോ അല്ല പറയുന്നത്. അതേ സമയത്ത് ഒരു ജനറൽ മീഡിയ ഔട്ട്ലെറ്റിന്റെ മുന്നിൽ ഫ്രീ ആവാൻ, നേരത്തെ പറഞ്ഞ അലന്റെ ക്യാരക്ടറിസ്റ്റിക്സ് കൊണ്ടുവരാനോ അങ്ങനെ ചിരിച്ചു കളിച്ചിരിക്കാനോ അങ്ങനെ പറ്റത്തില്ല. മാനസികമായിട്ടും ഒരു മനുഷ്യനത് ബുദ്ധിമുട്ടുണ്ടാകും. എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് നോക്കുവാണെങ്കിൽ ആരെന്ത് പറഞ്ഞാലും അവരല്ല എൻ്റെ പ്ലേറ്റിൽ കൊണ്ട് ഭക്ഷണം ഇടുന്ന അവരല്ല. അത് ഞാൻ അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ചെയ്യുന്ന തൊഴിലാണ്. എനിക്കാരെയും പേടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ ആ പേഴ്സ്പെക്റ്റീവിൽ എനിക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മണ്ടത്തരമല്ല എന്നുള്ളൊരു കൺവിക്ഷൻ എനിക്കുണ്ടെങ്കിൽ ഞാൻ സൂപ്പറായിട്ട് തന്നെ പറഞ്ഞിരിക്കും. നെവർ മൈൻഡ് ആറ്റിറ്റ്യൂഡ് എന്നുള്ള രീതിയിൽ. കാര്യം ഇറ്റ് ഡസന്റ് മാറ്റർ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. ഇഫ് യുവർ ഒപ്പീനിയൻ ഈസ് സെൻസിബിൾ ഇനഫ് ആൻഡ് യു ആർ ഷുവർ അബൌട്ട് ദാറ്റ്, യു ഷുഡ് ലേ ഇറ്റ് ഔട്ട്. വേറൊരാളെയും ദ്രോഹിച്ചുകൊണ്ടോ വേറൊരാളെ ഇൻസൾട്ട് ചെയ്യാനോ വേണ്ടിയാ ചെയ്യരുത്. ഇഫ് യു നോ യു ഡൂയിങ് ദ റൈറ്റ് തിങ്, കോൺഫിഡൻസോടെ ഗോ ഫോർ ഇറ്റ്. ഈ മീഡിയ അറ്റൻഷനോട് എങ്ങനെയാണ് മാധവ്? കാരണം ഇപ്പോൾ ഏതാണ്ട് ഒരു 1 വീക്ക് 2 വീക്ക് ആയിട്ടാണ് ഇപ്പോൾ കുമ്മാട്ടിക്കാരുടെ ഭാഗമായിട്ടാണ് ഇന്റർവ്യൂസിലൊക്കെ മാധവ് അതായത് ലൈം ലൈറ്റിലും അതായത് ബാക്കി ജനങ്ങളുടെ ഇടയിലും ഭയങ്കര സ്വീകാര്യതയും ഭയങ്കര കാണുന്നത് മാധവന്. അല്ലെങ്കിൽ പണ്ട് ഇത്രയും ഞാൻ പറയുന്നത് ഇത്രയും കണ്ടിന്യൂസ് ആയിട്ട് കാണുന്ന ഒരു വ്യക്തിയല്ലല്ലോ മാധവൻ. ഈ ഇപ്പൊ പറഞ്ഞ ഈ ഉൾവലിഞ്ഞ പ്രകൃതം എന്നൊക്കെ മാധവ് സ്വയം റിസർവ്ഡ് ആണെന്നൊക്കെ പറയുമ്പോഴും മീഡിയ അറ്റൻഷൻ ഭയങ്കരമായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ടോ അതോ അത് ഭയങ്കര കൂളായിട്ടാണോ? ഇതൊക്കെ ഭയങ്കര ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. മീഡിയക്ക് ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച 3 ആഴ്ച ഒരു കുമ്മാട്ടിക്കളിയുടെ കണ്ടന്റ് വരുന്നു. ആ സമയത്ത് എനിക്ക് ഒരു സോഷ്യൽ മീഡിയ ലെവലിൽ അല്ലെങ്കിൽ ഒരു പബ്ലിക് ലെവലിൽ നോക്കുവാണെങ്കിൽ പെർട്ടിക്കുലർ സെറ്റ് ഓഫ് വാല്യൂ വരുന്നുണ്ട്. ആ സെയിം വാല്യൂ കാരണം തന്നെയാണ് ഇപ്പൊ ക്യൂ സ്റ്റുഡിയോയിൽ എന്നെ വിളിച്ചിരിക്കുന്നത് ഇന്റർവ്യൂ ചെയ്യാൻ. റൈറ്റ് ഓർ റോങ്? സോ
ഇതൊക്കെ ഭയങ്കര ടെമ്പററി ആയിട്ടുള്ള കാര്യങ്ങളാണ്. 2 ആഴ്ച കഴിയും 3 ആഴ്ച കഴിയുമ്പോഴോ അടുത്ത ഒരു സിനിമയുടെ ഇവന്റോ അല്ലെങ്കിൽ എനിത്തിങ് സിഗ്നിഫിക്കൻറ്റ് ടു ദ പബ്ലിക് വരുമ്പോഴത്തേക്കും അതേപോലെ ഇന്റർവ്യൂ ചെയ്യാൻ ദർ വിൽ ബി സംവൺ എൽസ് ഇൻ ദിസ് ചാറ്റ്. അപ്പോൾ ഇത് ഇറ്റ് ഷുഡന്റ് എഫക്ട് മീ, എന്നെ ബോദർ ചെയ്യുന്നൊരു കാര്യമല്ല. പക്ഷേ ഐ ഓൾസോ നോ ഒരു സിനിമയിൽ അഭിനയിച്ചു, ആ സിനിമയുടെ പ്രൊമോഷൻ ചെയ്യുക എന്നുള്ളത് എൻ്റെ തൊഴിലാണ്. ആ തൊഴിൽ ചെയ്യുന്നതിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു ഫാമിലിയിൽ നിന്ന് വരുന്നതുകൊണ്ട് പേഴ്സണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരും. പബ്ലിക്കിൻ്റെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും അവർക്ക് എൻ്റെ ഫാമിലിയിലോട്ട് ഇൻസൈറ്റ് കിട്ടാൻ താല്പര്യം കാണും. അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇരുന്ന് കേൾക്കുമായിരിക്കും. സോ അഗൈൻ ഞാൻ പറഞ്ഞ പോലെ ഇറ്റ്സ് ഓൾ ടെമ്പററി. ഇറ്റ്സ് നോട്ട് സംതിങ് ദാറ്റ്സ് എ പ്രയോറിറ്റി ഇൻ മൈ ലൈഫ് ടു ബി വറിഡ് അബൌട്ട്. എന്നെ ബോദർ ചെയ്യുന്നൊരു കാര്യമല്ല. ഇനി ഇത് കാരണം ഞാൻ ലോകം കീഴടക്കി എന്നാണ് അർത്ഥം? ഒരിക്കലും ഇല്ല. സോ മീഡിയ അറ്റൻഷൻ ഞാൻ പറയുന്നത് അതൊരു തോട്ടായിട്ടോ അല്ലെങ്കിൽ ഒരു കൺസേൺ ആയിട്ടോ ഒക്കെ, കാരണം നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയ ഒരു ഫ്രെയിം വർക്കിലൊക്കെ ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്നത് ഈ ഇന്റർവ്യൂസ് ഭയങ്കര തഗ് റിപ്ലൈസ് കൊടുക്കുന്ന ആക്ടേഴ്സ് ആണല്ലോ. അതായത് ഇപ്പോൾ മാധവനെ കണ്ടിട്ടുണ്ടാവും പല ആക്ടേഴ്സ് ഇപ്പോൾ ഉള്ളപ്പോഴും, ഇപ്പോൾ നിഖില വിമലിനെ പോലെ ഒരു ആക്ടർ, അല്ലെങ്കിൽ ധ്യാൻ ശ്രീനിവാസിനെ പോലെ ആക്ടർ, അല്ലെങ്കിൽ പൃഥ്വിരാജിനെ പോലെ ഒരു ആക്ടർ എന്നൊക്കെ പറഞ്ഞാൽ വെൽ ആർട്ടിക്കുലേറ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഈ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ഓക്കെ ആങ്കറിനെതിരെ തഗ് റിപ്ലൈ എന്നൊക്കെ പറയുന്ന രീതിയിലേക്ക് മാധവനെയും കൂടെ ചേർത്ത് വെക്കുന്നുണ്ട്. ആ തോട്ടേ ഉണ്ടാവും. അതിൽ ഒരു കാര്യമില്ല. ബിക്കോസ് നേരത്തെ പറഞ്ഞ ആർട്ടിസ്റ്റ് ആരൊക്കെയാണെങ്കിലും അവരെ അറ്റ് സം പോയിന്റ് എന്തെങ്കിലും രീതിയിൽ ഹേർട്ട് ചെയ്ത് കാണും. മീഡിയ ഓർ ദ പബ്ലിക് ഏതെങ്കിലും ഒരു രീതിയിൽ ഹേർട്ട് ചെയ്ത് കാണും. ഇന്ന് അവർക്കൊരു അവസരം കിട്ടുമ്പോഴത്തേക്കും ഈ തഗ്ഗടിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് അവരുടെ സൈഡിൽ നിന്ന് വരും. ഞാൻ അങ്ങനെയാണോ? ഐ ഡോണ്ട് തിങ്ക് സോ. എൻ്റെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ അതിനുള്ള ഉത്തരം ഞാൻ കൊടുക്കും. വളരെ ബേസിക് ആയിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുക ഞാൻ എന്താ സീരിയസ് ആയിരിക്കുന്ന ഇന്റർവ്യൂവിൽ നിന്ന്. ഞാൻ സീരിയസ് ആവാൻ നോക്കുന്നതല്ല. ഞാൻ എൻ്റെ പ്രകൃതം അവിടെ ഞാൻ നാച്ചുറലായിട്ട് പ്രസന്റ് ചെയ്യുകയാണ്. അത് വേറൊരാൾക്ക് സീരിയസ് ആയി തോന്നിക്കഴിഞ്ഞാൽ അങ്ങനെ ചോദിച്ചു കഴിയുമ്പോൾ ഞാൻ പറയും ഞാൻ സീരിയസ് ആവുന്നതല്ല, അല്ലെ ഞാൻ കൂടുതൽ ചിരിക്കണമെന്ന് ഞാൻ ചോദിക്കും. ഇത് മീഡിയയിൽ വരുമ്പോഴോ അല്ലെങ്കിൽ പബ്ലിക് കാണുമ്പോഴോ വിചാരിക്കും ഞാൻ തഗ്ഗടിക്കുകയാണോ. ഞാൻ ഒരു ചോദ്യം ചോദിക്കുകയാണ് ചെയ്യുന്നത്. അത് തഗ്ഗടിക്കുവാണോ, ചോദ്യമായിട്ട് എടുക്കുവാണോ, അഹങ്കാരമായിട്ട് കാണുവാണോ, ഇതെല്ലാം ഓരോ ആൾക്കാരുടെ പേഴ്സ്പെക്റ്റീവ് ആണ്. എനിക്ക് ഈ മീഡിയ അറ്റൻഷന്റെ കാര്യം കൊണ്ടുവന്നുകൊണ്ട് നിഖില ചേച്ചി ഈ ഇടയ്ക്ക് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞായിരുന്നില്ല, എൻ്റെ അടുത്ത് വേറൊരിടത്ത് ചോദിച്ചായിരുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള മൊമെന്റിൽ എന്തിനാണ് മീഡിയക്കാരൊന്ന് വീഡിയോ എടുക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ ഏതൊരു പബ്ലിക് ഫിഗറും, ഇങ്ങനെ നിഖില ചേച്ചിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഷീസ് എൻ എസ്റ്റീംഡ് ആർട്ടിസ്റ്റ്, ഇത്രയും വർഷങ്ങളായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്ന ഒരാളല്ല. അപ്പോൾ ഓബിയസ്ലി പബ്ലിക് അറ്റൻഷൻ വരും. ഒരു പബ്ലിക് സെറ്റിങ്ങിൽ പോകുമ്പോൾ യു ഷുഡ് ബി റെഡി ഫോർ ദാറ്റ്. അതേ സമയത്ത് ഒരു വൾണറബിൾ മൊമെന്റിൽ ചേച്ചിയുടെയോ ആരുടെയോ വീഡിയോസ് എടുത്ത് അത് മോശമായിട്ട് പബ്ലിക്കോ അല്ലെങ്കിൽ മീഡിയ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. അതിന് പ്രതികരിക്കാൻ എല്ലാ അവകാശമുണ്ട്. ബട്ട് ദിസ് ഇസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദ വർക്ക് ദാറ്റ് യു ഡൂയിങ്. ഞാൻ പുറത്ത് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇവന്റിൽ നിൽക്കുന്ന സമയത്ത് എനിക്കറിയാം ക്യാമറ ചിലപ്പോൾ എൻ്റെ പുറകെ കാണുന്നു. അതേസമയത്ത് എൻ്റെ പ്രൈവസിയിലോട്ട് ഇടിച്ചു കയറി വന്നു കഴിഞ്ഞാൽ അത് പ്രതികരിക്കാനുള്ള എല്ലാ റൈറ്റും എനിക്കുണ്ട്. പ്രൈവസിയിൽ അങ്ങനെ ഇടിച്ചു കയറുന്നതായിട്ടുള്ള അനുഭവം മാധവൻ ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് പേഴ്സണലി ഉണ്ടായിട്ടില്ല. ഞാൻ എഗൈൻ പറയുന്ന പോലെ സിനിമയിലോട്ട് ഇപ്പൊ കയറി വന്ന ഒരാളാണ്. ഫാമിലിയുടെ സൈഡിൽ നിന്ന് ഞാൻ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതായത് എൻ്റെ അച്ഛൻ, ഞാൻ ജനിച്ചപ്പോൾ തൊട്ടേ അദ്ദേഹം ഒരു സൂപ്പർ സ്റ്റാർ ആണ്. അദ്ദേഹത്തിന്റെ പ്രൈവസിയിലോട്ട് പലപ്പോഴും ഇടിച്ചു കയറുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹത്തിനെ പറ്റി പല രീതിയിലും മോശം സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. എഗൈൻ അതേ ആൾക്കാർ തന്നെ 5 വർഷം കഴിയുമ്പോൾ അവരുടെ അവസരം മാറുമ്പോഴത്തേക്കും നന്നായിട്ട് സംസാരിക്കുന്നവരും തന്നെ. ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഒരു മൊമെന്റിലുള്ള ഒരു ടെമ്പററി ഇഫക്റ്റിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. നമ്മുടെ ടെമ്പററി ഇഫക്റ്റിന് വേണ്ടി ചെയ്യുമ്പോഴും ആലോചിക്കേണ്ടത് മറ്റൊരാളെ കുഴിച്ചുമൂടിയിട്ടല്ല നമ്മൾ അതിൻ്റെ മുകളിൽ കയറി നിൽക്കേണ്ടത്. അതാണ് പലപ്പോഴും ആൾക്കാർ വേർതിരിക്കാൻ പറ്റാതെ പോകുന്നൊരു കാര്യം. ഇപ്പം മാധവ് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അതായത് ഇപ്പം അടുത്തും കൂടെയാണല്ലോ ഈ സുരേഷ് ഗോപി എന്ന വ്യക്തി ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഈ മീഡിയക്കാരെ ഭയങ്കര ഇമോഷണലായിട്ട് റിയാക്ട് ചെയ്യുന്നു, ഭയങ്കര ഫിസിക്കലാവുന്നു എന്ന രീതിയിലുള്ള ട്രോൾസും അതിനുള്ള റിയാക്ഷനും ക്രിറ്റിസിസും ഒക്കെ ഉണ്ടല്ലോ. ഇത് ആക്ച്വലി ഇത് ഉറപ്പായിട്ടും മാധവന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടും കൂടെ ഉണ്ടാവുമല്ലോ. അതായത് ട്രോൾസ് വരുന്നതൊക്കെ ഓക്കെ സുരേഷ് ഗോപി എന്ന വ്യക്തി പണ്ടത്തെ പോലീസ് ക്യാരക്ടേഴ്സിന്റെ മറ്റേ ഹാങ് ഓവറിലാണ് പ്രതികരിക്കുന്നത് എന്ന തരത്തിലുള്ള ട്രോൾസ് ആണ്. അതിനെ എങ്ങനെയാണ് മാധവ് ഇതുപോലെ പ്രൈവസിയിലേക്ക് ഇടിച്ചു കയറുന്നതുകൊണ്ടുള്ള റിയാക്ഷൻ ആയിട്ടാണോ കാണുന്നത്? തീർച്ചയായിട്ടും. ആളൊരു യൂണിയൻ മിനിസ്റ്ററാണ്.
സമ്മതിച്ചു തരാം. റിയാക്ട് ചെയ്യുന്നതിനുള്ള റെസ്ട്രിക്ഷൻസ് എന്തൊക്കെയാണെന്ന് എന്നും ആൾക്കാർ പറഞ്ഞുകൊണ്ട് നടക്കും. അതേ സമയത്ത് ആ യൂണിയൻ മിനിസ്റ്ററിനോട് 2 ചോയ്സ് ഉണ്ട്. പോലീസ് പ്രൊട്ടക്ഷൻ വിളിക്കാൻ പറ്റും, പിന്നെ മീഡിയക്കാർക്ക് അടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഒരിക്കലും എൻ്റെ അച്ഛൻ നിന്നിട്ടില്ല. മീഡിയക്കാർക്ക് എന്നും ഓണസ്റ്റ് ആൻസേഴ്സ് കൊടുത്ത് മാത്രമാണ് എൻ്റെ അച്ഛൻ ഡീൽ ചെയ്തിട്ടുള്ളത്. അതേ സമയത്ത് ഒരു പ്രോപ്പർട്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് അടുത്ത മീറ്റിങ്ങിനോ അടുത്ത ഒഫീഷ്യൽ ഇവൻറ്റിനോ വേണ്ടി ട്രാവൽ ചെയ്യാൻ പോകുന്ന സമയത്ത് വണ്ടിയിലോട്ടുള്ള വഴി ബ്ലോക്ക് ചെയ്യുന്ന ഒരാൾ എന്ത് ചെയ്യണം? എനിക്ക് 2 ഓപ്ഷൻസ്. ഒന്ന്, പോലീസിനെ വിളിച്ച് അവരെ ഫോഴ്സോടെ തന്നെ നീക്കാൻ പറ്റും. അത് കൈകൊണ്ട് തട്ടി നീക്കുന്നതാണോ പ്രശ്നമുള്ള? വഴി തടയുന്ന ആൾ ഇങ്ങനെ ഒരു യൂണിയൻ മിനിസ്റ്ററാണ്. 2 രീതിയിലും ഡീൽ ചെയ്യാൻ പറ്റും. സോ മീഡിയക്കാർ അറിയേണ്ടത് they probably got the better end of the stick. ഒരാളുടെ വഴി തടയുന്നത് തെറ്റ് തന്നെയാണ്. ഹ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ഒരു പൗരന്റെ അവകാശം ഇന്ത്യൻ നിയമഘടനയിൽ ഉള്ളതാണല്ലോ. സോ ആരാണ് അവിടെ തെറ്റ് ചെയ്തതെന്ന് ഈ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ആൾക്കാർ തന്നെ ആലോചിക്കേണ്ടി വരും. പിന്നെ സുരേഷ് ഗോപിയുടെ ഉള്ളിലുള്ള ആ പോലീസ് ക്യാരക്ടർ അല്ല ഇറങ്ങി വന്നിരിക്കുന്നത്, അത് അദ്ദേഹത്തിന്റെ ക്യാരക്ടർ തന്നെ. അദ്ദേഹത്തിന്റെ തന്നെ ക്യാരക്ടറാണ്. ആരെടുത്ത ഇടയുന്നതെന്നും നോക്കിയിട്ടും കൂടെ ഇടഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകത്തില്ല. ഇത്തരം ഇപ്പൊ മീഡിയ ഇന്ററാക്ഷൻ ഒക്കെ ഭയങ്കര പ്രോബ്ലമാറ്റിക് അങ്ങനെ തോന്നുന്നുണ്ടോ? നിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഡിസ്കഷൻ ഉണ്ടാകുന്നു? അതായത് അച്ഛൻ്റെ റിയാക്ഷന് ഞാൻ പറയുന്നില്ല, ഓരോരുത്തരുടെയും പേഴ്സ്പെക്റ്റീവ്. എൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറയുന്നത് അങ്ങനെ ഒരാളുടെ വഴി തടയാൻ പാടില്ല. എൻ്റെ അച്ഛനാണെങ്കിലും ആരാണെങ്കിലും വേറൊരാൾക്ക് എൻ്റെ ഈ പേഴ്സ്പെക്റ്റീവ് ഷെയർ ചെയ്യാൻ പറ്റും. വേറൊരാൾക്ക് അഭിപ്രായം ഇതേപോലെ ട്രോൾസ് വരുന്ന പോലെ പോലീസ് ക്യാരക്ടർ എടുത്ത് ജീവിതത്തിൽ പ്രയോഗിക്കുകയാണ്, ഇയാൾക്ക് എന്താ ഇത്ര അഹങ്കാരം, ഒന്നവിടെ നിന്ന് സംസാരിച്ചാൽ എന്താ. വേറെ ആൾക്കാർക്ക് ഇതിൻ്റെ ഇടയിലുള്ളൊരു ന്യൂട്രൽ അഭിപ്രായം കാണും. ഇത് ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവിൽ മാത്രം ഡിക്റ്റേറ്റ് ആവുന്ന ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഭയങ്കര സെലിബ്രേറ്റ് ചെയ്യുന്ന സുരേഷ് ചേട്ടൻ തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ആണല്ലോ. അതായത് ഈ അമ്മ ഹേമ കമ്മിറ്റി ഡിസ്കഷൻസ് ഒക്കെ വന്നപ്പോൾ ഈ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ എന്നോട് ഓഫീസ് കാര്യങ്ങളെ പറ്റി ചർച്ച ചെയ്യണം, ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടുകാരത്തെ പറ്റി സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അത് വീണ്ടും സുരേഷ് ഗോപി തന്നെ അതിന് ആ ഡിസ്കഷൻ നടന്ന ശേഷം വീണ്ടും സുരേഷ് ഗോപി തന്നെ ഒരു മീഡിയ ഇന്ററാക്ഷനിൽ പറയുണ്ടായി. അങ്ങനെ തന്നെയാണ്, ഞാൻ അത് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളത്. അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ടുണ്ടോ? ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഈ കാര്യം? ട്രോൾസ് വരുന്നത് ചിലത് കണ്ടിട്ടുണ്ട്. പക്ഷെ ആ പറഞ്ഞതിൽ സെൻസ് ഉള്ളൊരു കാര്യമുണ്ട്. ഒരു പബ്ലിക് പേഴ്സണാലിറ്റി ലൈക്ക് സുരേഷ് ഗോപി ഫോർ എക്സാമ്പിൾ ഒരു യൂണിയൻ മിനിസ്റ്ററും കൂടെയാണ്. അപ്പോൾ കേരളത്തിൽ വെച്ച് ഒരു മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും മനസ്സിലിരിക്കുന്ന ആ മീറ്റിങ്ങിന്റെ കാര്യങ്ങളാണ്. അല്ലെങ്കിൽ അവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്ന മീഡിയ ആണെങ്കിലും ക്രൗഡ് ആണെങ്കിലും ആ മീറ്റിങ്ങിനെ പറ്റി അറിയാനുള്ള ഒരു ആകാംക്ഷ കാണിച്ചു കഴിഞ്ഞാൽ ദാറ്റ് സംതിങ് ഹി ക്യാൻ എക്സ്പെക്ട്. അതേ സമയത്ത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ വരാത്തൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു സ്പോട്ടിൽ ആൻസർ കിട്ടണമെന്നില്ല. അതാണ് അച്ഛനോട് ഉദ്ദേശിച്ചിട്ടുള്ളത്. സൊസൈറ്റിയെ തന്നെ അഫക്റ്റ് ചെയ്യുന്നൊരു വിഷയം നിലനിൽക്കുമ്പോൾ അതിന്റെ ഇപ്പൊ മീഡിയയുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ പബ്ലിക്കിനോടുള്ള റെസ്പോൺസിന് തുല്യമാണല്ലോ. ഇപ്പൊ മീഡിയയോട് ഒരു അട്രോസിറ്റി കാണിക്കുന്ന പറഞ്ഞാൽ പബ്ലിക്കിനെ നിഗ്ലക്ട് ചെയ്യുന്നതിന് തുല്യമാണല്ലോ. അപ്പൊ ആ രീതിയിൽ അത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതിനൊരു കൗണ്ടർ പേഴ്സ്പെക്റ്റീവ് ഞാൻ ചോദിച്ചോട്ടെ. ചോദ്യം വന്നിരിക്കുന്ന വളരെ റെലവെന്റ് ആയ ഒരു പബ്ലിക് ഇഷ്യൂവിനെ പറ്റിയാണ്. My first question about that is, ഹേമ കമ്മീഷൻ റിപ്പോർട്ട് വന്നിരിക്കുന്നു, സിനിമ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ നടക്കുന്നു എന്ന് പറയുന്നു. അഖിൽ ബ്രോന് കോൺഫിഡൻസോടെ പറയാൻ പറ്റുമോ എൻ്റെ അടുത്ത് സിനിമ ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന ഒരു ഇഷ്യൂ ആണെന്ന്? സോ why not go to hospitals, why not go to the court, get lawyers, why not go to business enterprises? ഒരു കമ്പനീസിൽ പോയിട്ട് ഒരു കടകളിൽ പോയിട്ട് എന്താ ആൾക്കാരടുത്ത് ചോദിക്കാത്തത്? ഇങ്ങനെ പ്രോമിനൻ്റ് ആയ കുറേ ബിസിനസ്മെനും ഡോക്ടേഴ്സും ലോയേഴ്സും ഒക്കെ ഉള്ള നാട് തന്നെയാണിത്. അവരോട് എന്തുകൊണ്ട് പോയി ചോദിക്കുന്നില്ല ഇഷ്യൂവിനെ പറ്റി? ആൻഡ് നമ്പർ 2, മീഡിയയോട് മോശമായ രീതിയിൽ പെരുമാറി എന്നുള്ളൊരു ലൈനിലല്ലേ പറഞ്ഞത്. ദാറ്റ് ഐ സ്റ്റാൻഡ് ബൈ മൈ വേർഡ്സ്. ഒരാളുടെ വഴി തടഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇൻ ദിസ് കേസ് കോണ്ടെക്സ്റ്റ് വിട്ട് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ, സുരേഷ് ഗോപി എന്ന വ്യക്തിയെ മാത്രം ഇവിടെ എടുക്കാൻ പറ്റും. അമ്മ എന്ന ഓർഗനൈസേഷൻ അതിൻ്റെ ഭാഗമായിട്ട് ആക്റ്റീവായിട്ട് എൻ്റെ അച്ഛൻ നിൽക്കുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? When was he in the picture? അമ്മ എന്ന സംഘടനകളല്ല, പക്ഷെ ഒരു കേന്ദ്രമന്ത്രി അല്ലെങ്കിൽ ഒരു മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ സൊസൈറ്റിയും കൂടെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു സംഭവം. പ്രത്യേകിച്ച് ഇപ്പോൾ ഫിലിം ഫ്രറ്റേണിറ്റിയിൽ വരുന്ന ഒരു മിനിസ്റ്റർ ആകുമ്പോൾ
അദ്ദേഹം ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആവും കൂടിയാണല്ലോ. തീർച്ചയായും ഇങ്ങനെ ഒരു വിഷയം സിനിമയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി കൂടെ ഉണ്ടല്ലോ അങ്ങനെ ഒരു വ്യക്തിക്ക്. അപ്പൊ അങ്ങനെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മാറി നിൽക്കുക അല്ലെങ്കിൽ നിഗ്ലക്ട് ചെയ്യുന്നത് അത് ആരോഗ്യപ്രദമാണ്. അഗൈൻ ചോദ്യം ചോദിക്കുന്നത് കോടതി വിധി വന്നിട്ടുള്ള ഒരു സബ്സ്റ്റൻസിനെ പറ്റിയാണോ? നോ. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിനെ പറ്റി അതിന് ഫോളോ ചെയ്തിട്ടുള്ള ഓരോ ഇഷ്യൂസും മീഡിയയും പബ്ലിക്കും മാത്രം തമ്മിൽ ഡിസ്കസ് ചെയ്ത് വന്നിട്ടുള്ള കൺക്ലൂഷൻസ് മാത്രമാണ് ഇതുവരെ വന്നിട്ടുള്ളത്. യെസ് ഓർ നോ? സോ ഇതേ റെസ്പോൺസിബിലിറ്റി ഉള്ള സിനിമ ഫ്രറ്റേണിറ്റിയുടെ ഭാഗമായ സുരേഷ് ഗോപി ഒരു യൂണിയൻ മിനിസ്റ്ററും കൂടെയാണ്. കോടതി വിധി വരാതെ പബ്ലിക് ആക്യുസേഷൻസ് ഓർ പബ്ലിക് ഒപ്പീനിയൻസ് മാത്രം വരുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ശരിയാണ്. അത് എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്ന മേഖല സിനിമയോട് ചെയ്യുന്ന ഒരു തെറ്റുമാണ്. അതേസമയത്ത് ഒരു യൂണിയൻ മിനിസ്റ്റർ പബ്ലിക്കിനോട് സംസാരിക്കുമ്പോൾ ഫാക്ട്സ് വെച്ചാണ് സംസാരിക്കാൻ, അസംഷൻസ് വെച്ചല്ല. സോ ഐ ഡോണ്ട് തിങ്ക് ഹി ഡിഡ് സംതിങ് റോങ് ഓവർ ദെയർ. ചോദ്യം ചോദിക്കുമ്പോൾ എഗൈൻ ഞാൻ പറയുന്ന പോലെ ആരടുത്താണ് ചോദിക്കുന്നത്, എന്താണ് ചോദിക്കുന്നത്, ഇതറിഞ്ഞ് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഹാർഡ് ടു ഡൈജസ്റ്റ് ഉത്തരങ്ങൾ കിട്ടത്തില്ല. സോ ചോദ്യം ചോദിക്കുന്ന ആൾക്കാരും കൂടെ ആലോചിക്കേണ്ട ഒരു കാര്യമല്ലേ അത്. അച്ഛൻ ഭയങ്കര സെൻസിബിൾ ആണ്, ഭയങ്കര ഇമോഷണൽ ആണ്, ഭയങ്കര സെൻസിറ്റീവ് ആണ് എന്നൊക്കെ രണ്ടുപേരും മാധവും ഗോകുലാണെങ്കിൽ ഒരേ സമയം ഭയങ്കര ഇമോഷണൽ ആയ ഫാദർ എന്നുള്ള രീതിയിൽ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഭയങ്കര പെയിൻഫുൾ ആയിട്ടാണ് അച്ഛൻ കടന്നു വന്നിരിക്കുന്നത്. സിനിമയിലായാലും പേഴ്സണൽ ലൈഫിലായാലും ഒക്കെ സസ്റ്റെയിൻ ചെയ്യുന്നത് ഭയങ്കര പെയിൻ അനുഭവിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. മാധവനെ ഏത് തരത്തിലായിരിക്കും ഇത് മൗൾഡ് ചെയ്തിട്ടുണ്ടാവുക? നേരത്തെ പറഞ്ഞ ഒരു ചെറിയൊരു കാര്യം, ഇമോഷണലായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും 100% സെൻസിബിൾ ആവാൻ പറ്റത്തില്ല. 100% സെൻസിബിൾ ആവാൻ ശ്രമിക്കാം, ബട്ട് എല്ലാ കാര്യത്തിലും ഇമോഷണൽ ഡിസിഷൻസ് എടുക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ആ ഒരു റാഷണാലിറ്റിന്ന് മാറി നിൽക്കും. അതേപോലെ സെൽഫ് ആയിട്ട് സാക്രിഫൈസ് ചെയ്ത് കുറെ ഇമോഷണൽ ഡിസിഷൻസ് എടുത്ത് സ്വയമേ അനുഭവിച്ചിട്ടുള്ള ആളാണ് അച്ഛൻ. സിനിമയിലാണെങ്കിലും പേഴ്സണൽ ലൈഫിലാണെങ്കിലും മറ്റൊരാളെ സഹായിക്കാൻ വേണ്ടി സ്വന്തം കാര്യം മാറ്റി വെച്ചിട്ടുള്ള ആളാണ്. ഇത് കണ്ടു വളരുമ്പോൾ അത് കാണുന്നതിനുള്ള വിഷമം മാത്രം ഒരു മകൻ എന്നുള്ള നിലയിൽ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പെയിൻ ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് എൻ്റെ അച്ഛനും, ഇനി എൻ്റെ അച്ഛൻ വഴിയെ ഡയറക്റ്റ്ലി ഒരാളെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയാണ്. അവർ രണ്ടുപേരും ആസ് പാരൻസ് did a wonderful job at making sure their kids were not directly affected by these issues. അവരെടുക്കുന്ന തീരുമാനങ്ങളും അവർ ചെയ്യുന്ന കാര്യങ്ങളും അതിൻ്റെ നെഗറ്റീവ് ഓ പോസിറ്റീവ് വന്നാൽ നമ്മളിലോട്ട് സ്പ്രെഡ് ചെയ്യും, നെഗറ്റീവ് വരുന്നത് അവർ തന്നെ അബ്സോർബ് ചെയ്താണ് ഇത്രയും കാലവും ഇന്നും മുന്നോട്ട് പോകുന്നത്. സോ ഒരു പരിധി കൂടുതൽ കണ്ടറിയുന്ന വിഷമം അല്ലാതെ എനിക്ക് നേരിട്ട് അനുഭവിച്ച് അച്ഛൻ ചെയ്തതിൻ്റെ ഒരു കാര്യത്തിന് അനുഭവിക്കുന്ന ഒരു വിഷമം എനിക്ക് ഉണ്ടായിട്ടില്ല. സോ ഐ ഡോണ്ട് ഹാവ് എ കോമെന്റ് ഓൺ ദാറ്റ്. ഇപ്പോൾ ക്രിറ്റിസിസത്തിനെ പറ്റി പറയുന്നുണ്ടല്ലോ, ഈ ക്രിറ്റിസിസം അല്ലെങ്കിൽ വിമർശനം എന്നുള്ള രീതിയിൽ ഇപ്പോൾ സുരേഷ് ഗോപി എന്നുള്ള ആക്ടർക്ക് ഏറ്റവും കൂടുതൽ വരുന്ന വിമർശനം അതിന് സോൾ റീസൺ എന്ന് പറഞ്ഞാൽ തന്നെ പൊളിറ്റിക്കൽ എൻട്രി റിലേറ്റഡ് ആണല്ലോ, പൊളിറ്റിക്കൽ എൻട്രി നടത്തിയോണ്ട് മാത്രം എന്നുള്ള രീതിയിലാണല്ലോ. മാധു ഇത് ഏതെങ്കിലും രീതിയിൽ ഓക്കെ BJP എന്ന പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് ഈ വിമർശനം എന്ന് വിശ്വസിക്കുന്നുണ്ട്? What's your opinion on that? അല്ല, ഞാൻ മാധവിന്റെ ഒപ്പീനിയൻ കേൾക്കാനായിരുന്നു എനിക്ക് ആഗ്രഹം. ഓക്കെ. അഗൈൻ കേരളത്തിലെ പ്രോമിനന്റ് പാർട്ടീസ് ഏതൊക്കെയാണെന്ന് ഞാൻ പറയാതെ തന്നെ ഇവിടെ അറിയാം. കേരളത്തിന് BJPയോടുള്ള വിമർശനവും ഇവിടെ അത്യാവശ്യം ഓബ്വിയസ് ആയിട്ട് എല്ലാവർക്കും അറിയാം. പലപ്പോഴും പൊളിറ്റിക്കലി ഒരാളെ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും പാർട്ടിയുടെ ബേസിൽ മാത്രമാണ് ഇവിടുത്തെ ആൾക്കാർ ഓൺ ആവറേജ് ചൂസ് ചെയ്യുന്നത്. വ്യക്തികളെ ചൂസ് ചെയ്യുക. സുരേഷ് ഗോപി എന്ന മനുഷ്യന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കുക. ഈസ് എ ഡിസേർവിംഗ് യൂണിയൻ മിനിസ്റ്റർ അറ്റ് ദിസ് പോയിന്റ്. BJPയിലെ ഫസ്റ്റ് വിന്നിംഗ് മെമ്പർ അല്ല. അങ്ങനെ ജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും തൃശ്ശൂരിലെ ആൾക്കാർ ആ വ്യക്തിയെ കണ്ട് മാത്രം എടുത്തൊരു തീരുമാനമാണ്. BJP എന്ന പാർട്ടിയോടുള്ള വ്യൂസ്, കേരളത്തിലുള്ള വ്യൂസ് ക്ലിയർ ആയിട്ട് അറിയാം. പക്ഷെ അതേ സമയത്ത് ഞാൻ ആരെയും ഒരു പൊളിറ്റിക്കൽ പാർട്ടി ഞാൻ പിക്കപ്പ് പാർട്ടി എന്ന് പറയുന്നില്ല. എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഇവിടെ കറക്റ്റായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഈ നാടിൻ്റെ ഗതി കണ്ട മനസ്സിലാവും അങ്ങനെയല്ല. സോ വൈ നോട്ട് ഗിവ് എൻ ഓപ്പർച്യൂണിറ്റി ടു BJP? എന്തുകൊണ്ടൊരു അവസരം കൊടുത്തുകൂടാ? 5 വർഷം കഴിയുമ്പോൾ അടുത്ത ഇലക്ഷൻസ് തന്നെ വരുമല്ലോ. എന്തുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്തുകൂടാ? രണ്ടുപേര് തമ്മിൽ മാറി മാറി നിൽക്കുന്നതിനെക്കാട്ടിലും ഇങ്ങനൊരു ഒപ്പീനിയൻ മാത്രമേ എൻ്റെ അച്ഛൻ പറഞ്ഞിട്ടുള്ളൂ അവിടെ. Again, Suresh Gopi is a philanthropist over anything else.
ബിഫോർ ഹീസ് എൻ ആക്ടർ, ബിഫോർ ഹീസ് എ പൊളിറ്റീഷ്യൻ, ഹീസ് എ ഫിലാന്ത്രപ്പിസ്റ്റ്. സാമൂഹിക സേവനം അല്ലേ, അത് ആംപ്ലിഫൈ ചെയ്യാനൊരു വഴി, അത് തന്നെയാണ് പൊളിറ്റിക്സ് ഫോർ ഹിം. നാട്ടുകാരെ എങ്ങനെ ബെറ്റർ ഹെൽപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആൾക്കാരെ എങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ഇതൊന്നും അറിയാതെ ആ ഒരു ചോയ്സിനെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്ന ആൾക്കാർ അവരുടെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കട്ടെ. ബട്ട് സുരേഷ് ഗോപി നോ വാട്ട് ഹീസ് ഡൂയിങ്, ഹി നോസ് വാട്ട് ഹീസ് ഡൂയിങ്. ഞാൻ സുരേഷ് ഗോപി എന്നുള്ള വ്യക്തിയൊക്കെ മാറ്റി വെച്ച് മാധവിലോട്ട് വന്നാൽ, മാധവ് സുരേഷ് അങ്ങനെ ഒരു ജനറലൈസ്ഡ് ആയ ഒരു ഐഡിയോളജി, ജനറലൈസ്ഡ് ആയ ഒരു പെർസ്പെക്റ്റീവിന് അപ്പുറം ഒരു 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 രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജിയായിട്ട് ചേർന്ന് നിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഐഡിയോളജി? എനിക്ക് പൊളിറ്റിക്കലി നോക്കുവാണെങ്കിൽ ഇൻഡിവിജ്വൽസിന്റെ ഐഡിയോളജീസ് എനിക്ക് ഇഷ്ടമുള്ള. എനിക്ക് ഞാൻ ജനിക്കുന്നതിന് മുന്നേ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു, EK നയനാർ സഖാവ്. അദ്ദേഹത്തിന്റെ ഐഡിയോളജിയോട് ഇന്ന് ഞാൻ അതിനെപ്പറ്റി കേൾക്കുമ്പോഴത്തേക്കും ഞാൻ യോജിക്കുന്നു. അതേപോലെ ഇന്ന് നമ്മുടെ പ്രധാനമന്ത്രി, അദ്ദേഹം പവറിൽ വന്നതിന് ശേഷം അഗൈൻ ഇന്ത്യയിലുള്ള ഇഷ്യൂസ് ഓരോന്ന് ആൾക്കാർക്ക് എടുത്ത് പറയാൻ പറ്റും. ഒരു ഇന്റർനാഷണൽ രീതി നോക്കുവാണെങ്കിൽ പ്യൂർലി ടേക്ക് ഇറ്റ് ഇന്ത്യസ് ഡെവലപ്മെന്റ് ആസ് എ കൺട്രി, ബി ഇറ്റ് ഫൈനാൻഷ്യലി ഓർ എനിത്തിങ് എൽസ്, ബട്ട് മോസ്റ്റ്ലി പുറത്തെ ഒരു രാജ്യം ഇന്ത്യനെ നോക്കുമ്പോഴത്തേക്കും എത്ര ചേഞ്ചസ് വന്നിട്ടുള്ളത്. ഇത് മോദി സർക്കാർ റൂളിൽ വന്നതിന് ശേഷമാണ് നരേന്ദ്രമോദി എന്ന വ്യക്തിയുടെ ഐഡിയോളജി ഇംപ്ലിമെന്റ് ആയത് തന്നെയാണ്. പക്ഷെ ആ ഐഡിയോളജി കൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും അത് നിഗ്ലക്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയും കൂടി ഇല്ല. ആ ഐഡിയോളജി കൊണ്ട് മാത്രം ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണോ ഈ നാട്ടിലുണ്ടാകുന്നത്? ഐഡിയോളജിയും കൂടെ കൂടിയിട്ടുള്ള പ്രശ്നങ്ങളും കൂടി ഉണ്ട്. Again, that just goes back to a point. We're not choosing from the best option. ഇന്ത്യൻ പൊളിറ്റിക്സ് ആണെങ്കിലും വേൾഡ് പൊളിറ്റിക്സ് ആണെങ്കിലും ആർക്കും ബെസ്റ്റ് ഓപ്ഷൻ അല്ല ഉള്ളത്. എല്ലാ പോസിറ്റീവിനും അതിൻ്റെതായ നെഗറ്റീവ് വരും. It's about the bigger or the lesser of the evil that we're choosing. The better amongst the good. പൊളിറ്റിക്സ് എന്ന് പറയുന്നത് തന്നെ ഒരു വളരെ കട്ട് ത്രൂട്ടായ ഒരു ഫീൽഡാണ്. നല്ല മനുഷ്യനായിട്ട് നിൽക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തൂത്ത് വരിക്കൊണ്ട് പോകും. നരേന്ദ്രമോദിക്ക് ഒരു 100% ശുദ്ധനായി നിന്ന് അങ്ങനെ നിൽക്കാൻ പറ്റും? ഈ രാജ്യം തന്നെ ഉണ്ടാക്കി കൊടുത്ത സാഹചര്യം കാരണമാണ് ഈ രാജ്യം കുത്തിപ്പോക്കുന്ന പല നെഗറ്റീവ്സിനെയും അതേപോലെ നിൽക്കേണ്ടി വരുന്നത്. ഈ പറഞ്ഞ പോലെ ഈ ഉള്ളതിൽ ഭേദം എന്നുകൊണ്ട് തന്നെയാണോ മാധവും ആ രീതിയിൽ ഇപ്പൊ സപ്പോർട്ട് ചെയ്യുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയെ സപ്പോർട്ട് ചെയ്യാത്ത ആളാണ്. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഐഡിയോളജീസിനെ, ഇൻഡിവിജ്വൽസിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി കാരണം ഇന്ത്യ എന്ന രാജ്യം എക്കണോമിക്കലി എത്ര റിക്കവർ ചെയ്തു, പുറം രാജ്യത്തെ ഇന്ത്യയുടെ GDP ഇൻക്രീസ് ആയത് ഞാൻ പറഞ്ഞായിരുന്നു. ആപ്പിൾ ഐഫോൺ, ആപ്പിളിന്റെ മാനുഫാക്ചറിങ് ഇന്ത്യയിൽ തുടങ്ങിയായിരുന്നു. അത് എന്തുമാത്രം എക്കണോമിക് ബൂസ്റ്റാണ് ഇന്ത്യയിലോട്ട് വരുന്നതെന്ന് അറിയാം ആൾക്കാർക്ക്. ടെസ്ല മാനുഫാക്ചറിങ്ങിനെ നോക്കിയായിരുന്നു. സോ അഗൈൻ ദീസ് ആർ ജസ്റ്റ് 2 ഓഫ് ദ കമ്പനീസ്. ഞാൻ എല്ലാവരും ഇവിടെ പറയുന്നില്ല. ഒന്ന് റീസെർച്ച് ചെയ്യുക ഇന്ത്യയിൽ എന്തുമാത്രം ചേഞ്ചസ് വരുന്നു. അഗൈൻ അതിൻ്റെ കൂടെയുള്ള പ്രോബ്ലംസ് അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ പ്രോബ്ലംസ് മോദിക്ക് മുന്നേ ഉണ്ടായിരുന്ന പ്രോബ്ലംസ് തന്നെയാണ്. മോദി വന്നതിന് ശേഷം പെട്ടെന്ന് ഈ പ്രോബ്ലംസ് പൊട്ടി മുളച്ചതല്ല, അല്ലല്ലോ. You know the kind of issues that have been happening in this country before Modi as well. ഇന്ത്യ പോലെ ഒരു പോപ്പുലേഷനിൽ ഒരു ഇഷ്യൂ സോൾവ് ചെയ്യുന്നത്, ഇപ്പോൾ ലെറ്റ്സ് ടേക്ക് UK ഫോർ എൻ എക്സാമ്പിൾ. UK പോപ്പുലേഷനെക്കാട്ടിലും 28 times more ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ. US പോപ്പുലേഷൻ എടുത്താൽ ഏകദേശം 6-7 times more ആണ്. നമ്മൾ ഒരു കാര്യം ചെയ്യണമെങ്കിൽ അവരെക്കാട്ടിലും 28 തവണയോ അല്ലെങ്കിൽ 7 തവണയോ കൂടുതൽ പണിയെടുക്കണം. മോദി 1.4 ബില്യൺ ആൾക്കാരുടെ പ്രധാനമന്ത്രിയാണ്. സോ ഹിസ് വർക്ക് ലോഡ് ഇസ് ഓൾറെഡി ടഫ്. ഒരു ചേഞ്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഒരുപാട് സമയമെടുക്കും. അച്ഛൻ SFI-കാരനായിരുന്നു, അച്ഛനിടയ്ക്ക് കോൺഗ്രസ്സുകാരനുമായിരുന്നു. അഗൈൻ ഐ തിങ്ക് ഹി ഓൾസോ ബിലീവ്സ് ഇൻ ദി ഇൻഡിവിജ്വൽസ്. വെറുതെ ഇരുന്ന് കണ്ണി പൊങ്ങുന്ന 2 കാര്യങ്ങളെടുത്ത് വെച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും അതൊരു വാലിഡ് ക്രിറ്റിസിസം അല്ല. ഒരാളെ കുറ്റം പറയുമ്പോൾ എല്ലാം ആലോചിച്ച് കുറ്റം പറയണം. Automatically is a mix of everything. Comedy, action ഉണ്ട്, comedy ഉണ്ട്, romance ഉണ്ട്, emotional scenes ഉണ്ട്, there's anger, there's rage.